മലയാളത്തിൻ്റെ മധുരവുമായി ഇളനീർ ദാ ഇവിടെ ആരംഭിക്കുകയാണ്. I would like to invite Mr. Azim Said Suleiman, Head of Operations and Business Development, Shifa Al Jazeera Medical Group, Kuwait. Hi, good evening. Namaskaram. Assalamu alaikum. I think I can speak in Malayalam, right? ഈ പ്രോഗ്രാമിൻ്റെ പേര് ഏതൊരു മലയാളിക്കും അഭിമാനമാണ്. ഇളനീർ. നാളികേരത്തിൻ്റെ നാട്ടിൽ എനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട് എന്ന് സ്വന്തം നാടിൻ്റെ ഗൃഹാതുരത്വത്തെ പാടിപ്പുകഴ്ത്താത്ത ഒരു മലയാളിയും ഉണ്ടെന്ന് തോന്നുന്നില്ല. അഭിമാനിക്കാം നമുക്ക് നമ്മുടെ നാടിനെ ഓർത്ത്, നമ്മുടെ മണ്ണിനെ ഓർത്ത്, നമ്മുടെ സംസ്കാരത്തെ ഓർത്ത്, നമ്മുടെ നാടിൻ്റെ ചാതുര്യയെ ഓർത്ത്. GCC രാഷ്ട്രങ്ങളിൽ മലയാളി എവിടെയുണ്ടോ അവിടെയെല്ലാം ഗൾഫ് മാധ്യമമുണ്ട്, അവിടെയെല്ലാം ഉണ്ട്. ഇനി മനുഷ്യർ അന്യഗ്രഹങ്ങളിൽ ചേക്കേറുന്ന കാലം വിദൂരമല്ല. അങ്ങനെയാണെങ്കിൽ അവിടെ ആദ്യം കുടിയേറി പാർക്കുന്നവരിലും തീർച്ചയായിട്ടും മലയാളികളുണ്ടാവും. അങ്ങനെ ഒരു കാലം, അങ്ങനെ ഒരു സാഹചര്യം സംജാതമാകുന്ന പക്ഷം അവർക്കൊപ്പം, ആ മലയാളികൾക്കൊപ്പവും ഗൾഫ് മാധ്യമം അവിടെ ഉണ്ടാവട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. 25 വർഷക്കാലം തീർച്ചയായിട്ടും അഭിമാനിക്കാം, സന്തോഷിക്കാം ഈ മാധ്യമ പ്രസ്ഥാനത്തിന്റെ പ്രൗഢഗംഭീരമായ വളർച്ചയെക്കുറിച്ച് ഓർത്ത്. ഈ 25 വർഷക്കാലവും ഈ ജൈത്രയാത്രയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഷിഫ അൽ ജസീറ മെഡിക്കൽ ഗ്രൂപ്പും ഞങ്ങളുടെ ചെയർമാൻ KT റബിയുള്ള സാറും ഏറെ സന്തോഷിക്കുന്നു, അഭിമാനിക്കുന്നു. തുടർന്നും ഞങ്ങളെ കൊണ്ടാവുന്ന എല്ലാ സപ്പോർട്ടും ഉണ്ടാവും എന്ന് ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. റെസ്പോൺസിബിൾ മീഡിയ ജേർണലിസം സംസാരിക്കപ്പെടുന്ന, ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടമാണല്ലോ ഇത്. സത്യത്തെ തുറന്നു കാട്ടുക, ഏതൊരു കലുഷിതമായ സാഹചര്യത്തെയും പച്ചയായി മാധ്യമങ്ങളിലൂടെ തുറന്നു കാട്ടുക, നീതിക്ക് വേണ്ടി പോരാടുക, നീതിക്ക് വേണ്ടി ശബ്ദമുയർത്തുക, സത്യത്തിനും ധർമ്മത്തിനും ഒപ്പം നിൽക്കുക, ഇതെല്ലാം റെസ്പോൺസിബിൾ മീഡിയ ജേർണലിസത്തിന്റെ ഭാഗമാണ്. അതോടൊപ്പം തന്നെ മനുഷ്യർക്ക് നല്ല വാർത്തകൾ നൽകുക, നല്ല വാർത്തകളും നല്ല വർത്തമാനങ്ങളും നല്ല വിശേഷങ്ങളും ഇവർക്കിടയിൽ പങ്കുവെക്കുക എന്നതുകൂടി ഈ റെസ്പോൺസിബിൾ മീഡിയ ജേർണലിസത്തിന്റെ ഭാഗമാണെന്ന് വിശ്വസിക്കുന്നു. കാരണം ഒരു സമൂഹത്തെ, ഇപ്പോൾ ഒരു ഹെൽത്തി സൊസൈറ്റി ആഗ്രഹിക്കാത്ത, സ്വപ്നം കാണാത്ത ഒരു രാഷ്ട്രവുമില്ല. ഒരു സമൂഹത്തെ നന്മയിലേക്ക് നയിക്കാൻ, അവർക്ക് നന്മയുടെ വഴി കാണിച്ചു കൊടുക്കാൻ ഈ ഒരു ഉത്തരവാദിത്വം കേവലം ആത്മീയ ആചാര്യന്മാരിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേക മതവിഭാഗങ്ങളിലോ ഉൾപ്പെടുന്നത് മാത്രമല്ല. ഈ ഒരു ഉത്തരവാദിത്വം മനുഷ്യർക്ക് നല്ല വിശേഷങ്ങളും നല്ല വാർത്തകളും നല്ല ചിന്തകളും നല്ല ആലോചനകളും നല്ല ചർച്ചകളും ഒക്കെയായി മനുഷ്യനെ പോസിറ്റീവായി നയിക്കാനും അതുവഴി എന്താ പറയുക, തീർത്തും നന്മയിൽ അധിഷ്ഠിതമായ ഒരു സമൂഹത്തെ വാർത്തെടുക്കുന്നതിലും മാധ്യമങ്ങൾക്കും കൃത്യമായ പങ്ക് വഹിക്കാനുണ്ട്. ആ പങ്ക് വളരെ ഭംഗിയായി മാധ്യമം ഇത്രയും നാളായിട്ട് വഹിച്ചുകൊണ്ടിരിക്കുന്നു. തുടർന്നും റെസ്പോൺസിബിൾ മീഡിയ ജേർണലിസത്തിന്റെ ഏറ്റവും ഉദാത്തമായ പര്യായമായി ഗൾഫ് മാധ്യമം എന്ന പ്രസ്ഥാനത്തിന് മാറാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഏറെ എന്താ പറയുക സന്തോഷം ഉണ്ട്. 25 വർഷം അഭിമാനത്തോടു കൂടി മലയാളികൾക്ക് ഇടയിൽ ഈ ഒരു പ്രസ്ഥാനം ഉള്ളതിൽ. അപ്പോൾ ഞങ്ങൾ എല്ലാ സന്തോഷവും ആശംസയും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. ചൊല്ലണ നാട്ടാരും ചൊല്ലണ കാടാണ് കരളിലെന്ന് കൊടും കാടാണ്